ഉപ്പുതറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സജീവനും കുടുംബവും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ സജീവന്റെ കുടുംബം പരാതി ഉന്നയിച്ച കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് വ്യാഴാഴ്ചയാണ് രണ്ടു മക്കളെ തൂക്കി കൊലപ്പെടുത്തിയ ശേഷം സജീവനും ഭാര്യയും ആത്മഹത്യ ചെയ്തത്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഉപ്പുതറ സ്വദേശിയായ സജീവനും ഭാര്യ രേഷ്മയും 5ഉം 4ഉം വയസ്സുള്ള രണ്ടു മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. കട്ടപ്പന IT ജംഗ്ഷന് സമീപം സംഗീത ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് ഫൈനാൻസ് ഇട്ടിരുന്നു. 2 മാസത്തെ അടവ് മുടങ്ങിയതോടെ നിരന്തരമായി ഫൈനാൻസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തി. ഇതിൽ മനംനൊന്താണ് ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ സജീവനും കുടുംബവും ആത്മഹത്യ ചെയ്തതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിപ്പെടുത്തുന്ന നിലപാട് പ്രതിഷേധിച്ചാണ് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയത്. കെട്ടിടത്തിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി MC ബിജു ഉദ്ഘാടനം ചെയ്തു. പണം പലിശയ്ക്ക് കൊടുത്തുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിൽ ഉള്ള ഫിനാൻസുകാരെ കണ്ടെത്തുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഇപ്പൊ പണമാർക്കും ഏതെങ്കിലും രൂപത്തിൽ പണം കടമെടുക്കാതെ വണ്ടി ഫിനാൻസ് എടുക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. എന്തിനായാലും ഏതിനായാലും ഒരു ന്യായവും നീതിയുമുണ്ട്. ആ രൂപത്തിലുള്ള നീതിയാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. കുടുംബത്തിലെ 4 പേര് പോവുക എന്ന് പറഞ്ഞാൽ, മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പം ലോണൊക്കെ എടുത്ത് അതിന്റെ ഭാഗമായി അടയ്ക്കാൻ നിർവാഹമില്ലാതെ നിരവധിയായിട്ടുള്ള ആളുകൾ കിടപ്പുണ്ട്. ഏരിയ സെക്രട്ടറി TM സുരേഷ്, പ്രസിഡന്റ് ഫൈസൽ ജാഫർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുരളി, PM മാത്യു, EC അജോ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.